2 ചായ. ആ. എവിടുന്നാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇവിടെ അടുത്തൊരു സ്ഥലം നോക്കാൻ വന്നതാ. ആ. പപ്പടം ഇല്ലമ്മേ. ദാ ഒരു പപ്പടക്കുതിരിക്കുന്നു. പപ്പടമല്ലേ ആദ്യം ഞാൻ വിളമ്പിട്ടിരിക്കാം. ആ മോനെ, എല്ലാം കഴിക്കണം കേട്ടോ. ആരാ ഈ നേരത്തെ? എല്ലാ കറികളും വിളമ്പിട്ടുണ്ട്. ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. ഞാൻ നോക്കിട്ട് വരാം. ഞാൻ പോയി നോക്കാം, നീ ഇരുന്നോളൂ. നീ അവിടെ ഇരിക്കേ.
മൂത്താളേതിന്റെ വീട് ആ ഇടവഴി തിരിഞ്ഞ ആലിന്റെ തൊട്ടടുത്താ മൂത്തളേതിന്റെ ഇല്ലം. ഞാനങ്ങ് അകലേന്ന് വരിക. ഇതല്ലേ ഇളയതിൻ്റെ എല്ലാം ബലിയിടിക്കുന്ന. ഇവിടെ 3-4 കുടുംബക്കാരുണ്ട്, ഞാനും അതിൽ പെടും. ആരെ കാണാനാ? മൂത്ത ഇളയത്. മൂത്ത ഇളയതോ? അതെങ്ങനെയാ? അതെ അതെ. എവിടെയാ താമസം? ഇവിടെ. അത് ഭജനമഠത്തിൽ മുറിയിട്ടുമെന്ന് കേട്ടു. 10 ദിവസം. അപ്പോൾ പിതൃകർമ്മത്തിനെത്തിയതല്ല, ഭജനയ്ക്കാ. രണ്ടും വേണം. എന്നാ എവിടെ വെച്ചാൽ താമസം ഏർപ്പാടാക്കുക, എന്നിട്ട് ബാക്കി തീർച്ചയാക്കാം. ഭജനമഠം അതുകൊണ്ട് 1 അല്ല 2-3 എണ്ണുണ്ട്, സൗകര്യം പോലെ. കർമ്മം, ബലി. കർമ്മം തന്നെ, ഓരോരോ കർമ്മഫലം. എൻ്റെയും. വരിക എല്ലാം ഉണ്ട്. അടക്കള, കുളിമുറി എല്ലാം. 1 മാസിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടാ സമ്മതിച്ചേ. ആട്ടെ, ആരെയാ കണ്ട കർമ്മം ചെയ്യിക്കാൻ? ആ മൂത്ത ഇളയതിനെ. തരില്ല, ഞങ്ങളും ഇളയതാ. ഞങ്ങളുടെ അടുത്ത് വലിയിടാൻ വരുന്നവർക്ക് താമസിക്കാനുള്ളതാ ഈ മഠം. അത് ആ പോട്ടെ, അങ്ങേരും വകയിൽ കാരണവരാ. ആ എന്താ ആണ്ടുവലിയോ? എന്തായാലും ഇവിടെ ഏർപ്പാടാക്കാം. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം വേണച്ചാ വെച്ചോണ്ടാ അമ്പലത്തിൽ ചീട്ടാക്കാം. എങ്ങനെയാ ഇഷ്ടച്ചാ അതുപോലെ ചെയ്യാം. ചാത്തവും വരിയൊക്കെ വരണോരുടെ ഇഷ്ടം പോലെയാ. ഞാൻ എന്താ ഇവിടെ തന്നെയാ താമസം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കിടന്നോളൂ, ക്ഷീണം ഉണ്ടാവും. ഞാൻ നാളെ വരാം. ആ ഇലയുടെ മുമ്പിൽ ഇരിക്കൂ. കയ്യ കഴുകി പവിത്രടത്ത് കൈമാറൂ. രണ്ട് കൈ കൊണ്ട് മാറെ തറക്കി പിടിക്കും. മറച്ചി യമനെ സിന്ധു സരസ്വതി ജലലക്ഷ്മി കാവേരി കല്ലി ദേവകന്യ ആ നീ മുങ്ങി കുളിച്ചു തൊഴാ. അക്കരെയാണ് ബ്രഹ്മാവിന്റെയും ശിവന്റെയും ക്ഷേത്രം. ഇവിടെ നവാമുണ്ട്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സംഗമ സ്ഥാനം. അവിടെ തൊഴിൽ നമസ്കരിക്കാം. ഇവിടെ തന്നെയാണ് മാമാങ്കം നടന്നിരുന്നത്. ആ കുളിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് വരിക, എന്നിട്ട് കാണാം. അപ്പോഴേക്കും ഞാനൊന്ന് ഇല്ലത്ത് പോയിട്ട് വരാം. ഒക്കെ ഞാൻ പറഞ്ഞുതരാം.
ആ അതും ഒരു ആഘോഷം. കർമ്മം ചെയ്തില്ലേ? ഇല്ല. ആരാ മരിച്ചേ? അച്ഛനോ അമ്മയോ? അപ്പൊ ഭർത്താവും? അല്ല, മകനാ. മകനോ? എങ്ങനെയാ മരിച്ചേ? മരിച്ചതല്ല, കൊന്നതാ. ആ തൂക്കുപാത്രം എടുക്കാം. ഭജനമഠത്തിൽ മുറി ഉണ്ടെന്നല്ലേ പറഞ്ഞ്, പോയി സൗകര്യം പോലെ കഴിക്കാം. കർമ്മം ഇവിടുന്ന് തന്നെ. ദാമോദരനോ കുട്ടനോ മതി. നിക്കാച്ച കർമ്മം ചെയ്യണത് ആരാ? അവന്റെ പെണ്ണും മോനും ഉണ്ട്, അവരെ കൊണ്ടുവരണം. രണ്ടാമത്തെ മോൻ കൊണ്ടുവരാന്നാ പറഞ്ഞ്. വന്നാ വരട്ടെ, ഞാൻ തന്നെ ദാമോദരനോട് പറയാം. മൂത്തളെ തന്നെ. അവന്റെ ആത്മാവിനെങ്കിലും ഉണ്ണാനിരിക്കുമ്പോഴാ വെട്ടിക്കൊന്ന്. വിശന്ന വായില് അന്നം ഇറങ്ങും മുമ്പേ. ആ പോയത് പോയി. ഭാരതപ്പുഴയിലെ മത്സ്യങ്ങൾക്ക് കൊടുക്കാം. ബലിച്ചോറ് ഇന്ന് ശീലിച്ചതല്ലേ, ഇന്ന് നേദ്യച്ചോറാവട്ടെ. നിൽക്കുക, ഇത് കൊണ്ടുപോയി കഴിച്ചോളൂ. ഞങ്ങൾ പട്ടിണിയാവില്ല, കൊണ്ടുപോയിക്കോളൂ. മരിച്ച ആളുടെ ആത്മാവിന് മാത്രമല്ല, കൊന്ന ആൾക്കും ഗതി കിട്ടാൻ പ്രായശ്ചിത്തം. എനിക്കറിയില്ല. മരിച്ചവരുടെ സദ്ഗതിക്കാണ് ഇവിടെ കർമ്മം. പരമ്പരയായുള്ള വിശ്വാസം.
കൊന്ന ആൾക്ക് അറിഞ്ഞു ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം വിധിച്ചിട്ടില്ല. അറിഞ്ഞു ചെയ്തു എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യേണ്ടത് സ്വന്തം ധർമ്മമാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു. ഞങ്ങൾക്കത് മനസ്സിലാവും. മാമാങ്കത്തിൻ്റെ നാടാണിത്. ഞങ്ങളുടെ മകൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു അത്, അവസാനത്തേതും. യുദ്ധം. അവന് അതിൻ്റെ ഒരാവശ്യമില്ലായിരുന്നു. എന്നിട്ടും എന്നാലും ഒരു സമാധാനം. 100 കോടി ജനങ്ങളുടെ രക്ഷയ്ക്കാണല്ലോ. ഞങ്ങളുടെ മോനെ പോലെ 1000 അമ്മമാരുടെ മക്കള്. ഞാൻ 3 യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു. ഞങ്ങൾ യുദ്ധത്തിൽ മരിച്ച എല്ലാ യോദ്ധാക്കൾക്കും വേണ്ടി ബലിയിടും. നിങ്ങളുടെ ആരാ? ഏത് യുദ്ധത്തിലാ? അവിടെ യുദ്ധമില്ലായിരുന്നു. പിന്നെ അപകടം? ഒരപകടവും ഇല്ലായിരുന്നു. കുടിപ്പകയായിരുന്നു. അറിയില്ല. ആർക്കോ വേണ്ടി ഏതോ കൊടിയുടെ നിറത്തിനെ ചൊല്ലി. ഈശ്വര, അവര് തമ്മിൽ ഒരു കൊടിപ്പകയും ഉണ്ടായിരുന്നില്ല. ഒറ്റ കൂട്ടുകാരായിരുന്നു. ഒരുമിച്ച് കളിച്ചു വളർന്നത്. എൻ്റെ ഈ 2 കൈയിലും പിടിച്ച്. എന്നിട്ട് വലുതായപ്പോ എൻ്റെ മകനെ ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, അമ്പോറ്റിക്കണ്ണൻ്റെ മുമ്പിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി. കൊഞ്ചുന്ന കിങ്ങിണി കെട്ടിത്തരാമമ്മ, മോതിരമിട്ടു തരാം. നാക്കത്തു തേനും വയമ്പും തേച്ചമ്മ മാറോടു ചേർത്തുറക്കാം. കൈ വളരുന്നതും കാൽ വളരുന്നതും കണ്ടോണ്ടമ്മയിരിക്കാം. കൈ വളരുന്നതും കാൽ വളരുന്നതും കണ്ടോണ്ടമ്മയിരിക്കാം. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, അമ്പോറ്റിക്കണ്ണൻ്റെ മുമ്പിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം.
അമ്മയോളം നീ സഹിക്ക. സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്തു പോകാം. സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്തു പോകാം. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി. അമ്പോറ്റിക്കണ്ണന്റെ മുമ്പിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായ. നീ തന്നെ അവനെ കൊല്ലണം. ഞാൻ രാഘവൻ. വ്യക്തിയല്ല പ്രധാനം, പ്രസ്ഥാനമാണ്. അത് മറക്കരുത് നീ. മനസ്സിലായില്ലേ? സൗഹൃദം ഒരു തടസ്സമായിക്കൂടാ. ഞങ്ങള് ഒരുമിച്ച് കളിച്ചു വളർന്ന്. മറക്കണം. നിന്നെപ്പോലെ ഒരുവൻ ദുർബലനായിക്കൂടാ. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല. നമുക്ക് നേടാനുള്ള മഹത്തായ ലക്ഷ്യമാണ് മുഖ്യം. അതാണ് കാര്യം. ഓ, ഈ ലോകത്തിൽ ഒന്നും തടസ്സമല്ല. എല്ലാ പ്രതിബന്ധവും തട്ടി നീക്കണം. നീ ഒറ്റയ്ക്കല്ല. മഹാഭൂരിപക്ഷത്തിന്റെ നന്മയാണ് നമ്മുടെ ലക്ഷ്യം. പോയി അവനെ. ഇത്രയും വലുതായിട്ട് അച്ഛൻ മാറി തരാം. ചേച്ചി, ചേച്ചി ഒന്ന് പിടിച്ചേ. എന്താ പറ്റിയേ? എന്താ ചേച്ചി? ഏയ് ഒന്നുമില്ല, ഒന്നുമില്ലെന്നേ. പെട്ടെന്ന് തല തല ചുറ്റിയ പോലെ. ഒന്നുമില്ല. ആസ്പത്രിയിലും പോണോ? ഒന്നും വേണ്ട. ചേച്ചി എന്താ ഇത്? എന്തിനാ നിത്യം ഇങ്ങനെ ബലിയിടണേ? സ്വന്തം കർമ്മഫലം. പേരുകൂടി അറിയാത്ത ആരൊക്കെയോ ഏതോ ആദർശത്തിൻ്റെ പേരിൽ ബലിയായി. അതിന് ഞാനും കൂടി കാരണമായി. ആർക്കറിയാം, 2 വെറ്റ് വലിച്ചോറ്. ഈശ്വര. എന്നാലും നിത്യവും അന്നം മോഹിച്ചെത്തുന്നവയ്ക്ക് കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾക്ക്
നാളത്തെ പ്രഭാതം ഏറെ ചുവക്കാൻ വേണ്ടി ഈ കയ്യിൽ പറ്റിപ്പോയ തിരിച്ചോര, അതും ഞാൻ പിടിക്കാം. വേണ്ട, അവനവൻ്റെ ഭാരം അവനവൻ ചുമക്കുന്നതാ സുഖം. ഞാൻ ഇത്തിരി പച്ചക്കറി വാങ്ങി. എന്നും ബലിയിടുന്ന അയാളെ കണ്ടുവോ? കണ്ടു. അതാരാ? വലിയ പഠിപ്പുള്ള ആളാണെന്ന് തോന്നുന്നു. ഏതോ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ വിപ്ലവത്തിൻ്റെ പേരും പറഞ്ഞ് ഒക്കെ ഓരോരോ ഭ്രമം. പേപ്പറില് ഞങ്ങളുടെ നാട്ടിൽ ഒക്കെ പതിവ് പോലെ. പക്ഷേ 3-4 ദിവസമായിട്ട് ഇത്തിരി ശാന്തം. ആരും കൊന്നിട്ടില്ല. എനിക്ക് പേടിയാ. ഇത്തിരി ശാന്തായെന്ന് കരുതുമ്പോഴാ അടുത്തത് കേൾക്കുന്നത്. മകന്റെ പേര് രാഘവൻ എന്നല്ലേ? കൊന്നവന്റെ പേര് വേലായുധൻ എന്നും. അതെ. അയാളെ ജാമ്യത്തിൽ വിട്ടൂന്ന് ഇതാ പേപ്പറിലുണ്ട്. എനിക്ക് കാണണ്ട. നാരായണി വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. എത്രച്ചാലും സ്വന്തം പുത്രനെ വകവരുത്തിയവൻ്റെ ചരിത്രം ആർക്കാ കേട്ടു നിൽക്കാൻ കഴിയുക? നമ്മുടെ ആളുകൾക്ക് ജാമ്യം കിട്ടിയെന്ന് അറിഞ്ഞപ്പോ തന്നെ അവര് തിരിച്ചടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്ത് പ്ലാൻ? നത്തിങ്. ഒന്നുമില്ലടോ. ഇനി നമ്മുടെ ആരെങ്കിലും തൊട്ടാൽ 1-ന് 4 വെച്ച് കണക്ക് തീർക്കും. എന്താ സംശയമുണ്ടോ? അതല്ല, പക്ഷേ ഒന്നും വേണ്ടായിരുന്നു. താൻ ഇങ്ങനെ പരിഭ്രമിച്ചാലോ വേലായുധ? പേടിക്കണ്ട, ആദ്യത്തെ അനുഭവമായിട്ടാ. സാരില്ലടോ. എടോ, തനിക്കറിയാലോ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഇങ്ങനെ എത്ര ഘട്ടങ്ങൾ തരണം ചെയ്യണമെന്ന്. പ്രസ്ഥാനത്തിനോട് കൂറുള്ളവർ പശ്ചാത്തപിക്കാറില്ല, പിന്മാറാറുമില്ല. ചില ഘട്ടങ്ങളിൽ പങ്കെടുക്കാത്തവരുടെ പേരും കൂടി നമ്മൾ പോലീസിൽ കൊടുക്കുന്ന ലിസ്റ്റിൽ പെടുത്താറില്ലേ? ഇനി എന്താ താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ടടോ. ഇപ്പൊ ജാമ്യം കിട്ടിയില്ലേ? ഇനി കേസിൽ നിന്നും ഞങ്ങൾ തന്നെ ഊരിയെടുക്കും. ഞാനവിടെ അവരുടെ അയൽവക്കത്തന്നെ അമ്മ മാത്രമേ ഉള്ളൂ. താൻ ഇങ്ങനെ പേടിച്ച താൻ ഒറ്റയ്ക്കല്ലെന്നറിയില്ലേ? തന്റെ പിന്നിൽ ഒരു മഹത്തായ പ്രസ്ഥാനമുണ്ട്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരുടെ പ്രസ്ഥാനം. കണ്ണിന് കണ്ണ്, ചോരയ്ക്ക് ചോര, 1-ന് 2, 2-ന് 4, 4-ന് 8. താൻ ധൈര്യമായി പോയിക്കോ, ഞങ്ങളുണ്ട്. അവന്റെ ഒരു പേടി.
അമ്മയാ? എനിക്കധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മ പോകുമ്പോ വാതിൽ പുറത്തുനിന്ന് പൂട്ടണം. ഞാൻ രാത്രിയിൽ എപ്പോഴെങ്കിലും വന്നോളാം. മജ്ജില ഭഗവതി രക്ഷിച്ചു. ജാമ്യം കിട്ടിയല്ലോ. ആ ജനല മോൻ വല്ലതും കഴിക്കേ. ഇങ്ങനെ പട്ടിണി കിടന്നാ. വേണ്ട, ചോറിറങ്ങില്ല. ഞാൻ വേണ്ടായിരുന്നു. അവൻ ചോറ് ഉരുട്ടി ഉണ്ണണ നേരത്താ. കൃഷ്ണൻകുട്ടി പോയി. രാത്രി വരും. അവന്റെ കാര്യം ആലോചിക്കുമ്പോ എന്നെ ഇവിടെ താമസിപ്പിച്ചേന് പാവം നാരായണിയേച്ചി. അതെ, കുറച്ച് ദിവസം വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം. നീ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ ശരിയാവുക? ദാസ, മരിച്ച രാഘവന്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ ബലിയും കർമ്മൊന്നും അല്ല മുഖ്യം. ചോര, ചോരയ്ക്ക് ചോര, അതാ ബലി. വേലായുധന്റെ തലയും നിലത്ത് കിടന്ന് ഉരുളണം. അതാ നിന്റെ കർത്തവ്യം. മരിച്ചുപോയ ഏട്ടന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും മുന്തിയ കർമ്മവും അതാ. ഞങ്ങളൊക്കെ ഉണ്ട് നിന്റെ കൂടെ. രാഘവൻ നിന്റെ സ്വന്തം ചേട്ടനാച്ചാ, ഞങ്ങളുടെ സ്വന്തം ആത്മാവാ. വേലായുധനോട് പ്രതികാരം ചെയ്തില്ലെങ്കിൽ രാഘവന്റെ ആത്മാവ് നിന്നെ ശപിക്കും. അത് മനസ്സിലാക്ക ആദ്യം. ദാസ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കണേ? എനിക്ക് താനത് ചെയ്യണം. സ്വന്തം രക്തത്തിന്റെ ദൃഢത ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളൊക്കെ ആണായിട്ട് ജീവിക്കുന്ന എന്തിനാ? കഷ്ടം. ആണായ ഒരു ഉശിരൊക്കെ വേണ്ടേ? ദേ നോക്ക്, വേലായുധൻ ജാമ്യത്തിൽ വന്നിട്ട് ഇത്രയായിട്ടും നമ്മൾ അനങ്ങാതിരിക്കണതില് നമ്മുടെ പ്രവർത്തകർക്ക് ആക്ഷേപമുണ്ട്. അത് മനസ്സിലാക്കണം. നമ്മുടെ പ്രവർത്തകരുടെ ആത്മവീര്യം തകരാൻ ഇത് മതി. അവരുടെ കാര്യം ഞാൻ ദാസനെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക് ദാസ, ഇവരൊക്കെ നിന്റെ ഒപ്പം ഉണ്ടാവും. സത്യം, ഞങ്ങളുണ്ട്, എപ്പോഴും ഉണ്ട്. ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് അതിനുശേഷം. ഏത്? ദാസൻ സ്വന്തം കൂടപ്പറപ്പിനെ കൊന്നവനോടാണ് പ്രതികാരം ചോദിക്കുന്ന വെച്ചാലും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തീരുമാനം നടപ്പിലാക്കുന്ന ആളെന്ന നിലയിൽ എവിടെയും എന്തിനും ഏത് സഹായവും പ്രതീക്ഷിക്കാം. മനസ്സിലായോ? ഇതൊരു കുടുംബ വഴക്കല്ല, രണ്ട് പ്രസ്ഥാനങ്ങളുടെ ശക്തി പ്രകടനമാണ്. ഇനി താമസിപ്പിക്കരുത്. യുദ്ധത്തിനൊരു നീതിശാസ്ത്രമുണ്ട്. ഇത് ആർക്കു വേണ്ടിയിട്ടേ കൊല്ലും കൊലയും?
ചാവേർപ്പട ആർക്കോ വേണ്ടി ചത്തും കൊന്നും. പഴയ മാമാങ്കത്തിന് ഒരു നിയമവും മുറയുണ്ട്. 12 കൊല്ലം കൂടുമ്പോൾ നിലപാട് തറയിൽ പെരുനില കൊള്ളുന്ന സാമൂതിരിയെ വള്ളുവക്കോനാതിരയുടെ ചാവേർ വെട്ടിക്കൊല്ലാനെത്തുന്നു മാഘമാസത്തിലെ മകന്നാളിൽ. മറ്റെല്ലാ ദിവസവും സാമൂതിരിക്ക് നിർഭയനായി നടക്കാം. എന്നാലും ചാവേർ ചത്തുവീഴുന്നത് ആരുടെയോ അധികാരം ഉറപ്പിക്കാനായിരുന്നു. ഇന്നും ആർക്കോ വേണ്ടി അവരുടെ യുദ്ധത്തിൽ മകൻ നഷ്ടപ്പെട്ടവരാ ഞങ്ങൾ. അത് എനിക്ക് മനസ്സിലാവും. ആ ജന്മ ദുഃഖിതരെങ്കിലും അന്തസ്സുള്ള ദുഃഖമായി സ്വീകരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ അയൽവക്കക്കാർ തമ്മിൽ തമ്മിൽ കൊന്നു രസിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാന്ന് കൊന്നവനും ചത്തവനും അറിയില്ല. ഒരാദർശത്തിന് വേണ്ടിയും. ഇത് സൃഷ്ടിയുടെ സ്ഥാന, ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം. ഇവിടെ പോയ കാലത്തെ മാമാങ്കത്തിൽ നിന്നുത്ഭവിച്ച് ഇന്നത്തെ അറുകൊലയിലൂടെ പ്രവഹിച്ച് നാളത്തെ മഹാശാന്തിയിലേക്ക് ഒഴുകും പുഴ. അതാണ്. വരിക നന്നായിട്ട് ബ്രഹ്മാവിനെ തൊഴുത് ആവാമുകുന്ദനെ കൈകൂപ്പി മഹേശ്വരനെ ഇങ്ങോട്ട് നമസ്കരിക്കുക. മനസമാധാനം കിട്ടും. ആ എത്തിയില്ലോ. ഞങ്ങൾ പോരുമ്പോൾ അന്വേഷിച്ചിരുന്നു. ഞാൻ പടിഞ്ഞാറേ ഗോപുരത്തിലിരിക്കുകയായിരുന്നു. തൃപ്രങ്ങോട്ടുകൂടി തൊഴുത് ഞങ്ങൾ നാളെ പോവും. വരട്ടെ. ആ ഇളയതെങ്ങടാ? ഞാൻ ഈ സ്ഥലമൊക്കെ കാണിക്കാൻ വന്നതാ. വേലി ഇടിക്കുക ഞാൻ കൈയിടവും. ഇങ്ങനെ അടുപ്പിക്ക ഇങ്ങോട്ട് വന്നോളൂ. വരിക. ആ ആ ഇവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. പേര് അങ്ങനെ ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. പേര് അതിപ്പോൾ അഭിവാദ്യം ചെയ്യുമ്പോഴോ സ്കൂളിൽ ചേർക്കുമ്പോഴോ വേണ്ടിയിരിക്കും. ചാത്ത കൂട്ടുമ്പോഴോ ആവാം അല്ലേ? പേരുണ്ടായിരുന്നു. ഒന്നല്ല 2-3 പേരുണ്ടായിരുന്നു. അങ്ങനെ വേണ്ടി വന്നു ഒളിച്ചു താമസിക്കുമ്പോൾ. ആ മനസ്സിലായി. എന്നാൾ ആ മൂത്തളയത് പറയണ്ടായി. എന്തോ തീവ്രവാദെന്നോ ഇതൊന്നും അറിയില്ല. ഓത്ത് ചെല്ലിയുണ്ട്, ചെല്ലിക്കാറുണ്ട്. അതന്നെ ആ ഓത്തന്മാർ മഠത്തിൽ അങ്ങനെ കൂടും. ഇടയ്ക്ക് ഇവിടെ അങ്ങനെ ആരും വരാറില്ല. അവിടുന്ന് വന്നൊരു നാക്കിലെ നേരിക്കും. ബ്രഹ്മാവിൻ്റെ അമ്പലല്ലേ? ബ്രഹ്മാവ് സൃഷ്ടിയുടെ ആളായിട്ടും. ആർക്കാ സൃഷ്ടിയിൽ താല്പര്യം? സംഹാരല്ലേ കാലത്തിന്റെ ലക്ഷണം. എന്നാലോ ഞാൻ അങ്ങോട്ട് നടക്കായി കാണാം. ഓ ആ വരാ. കുറച്ച് ദിവസമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ? അങ്ങേക്ക് ആരുമില്ലേ? ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ തിരുനാവായ ഇളയതുമാരൊക്കെ എൻ്റെ ബന്ധുക്കളാ. അതല്ല, സ്വന്തക്കാരായിട്ട് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. ഈ നിളാനദി ഒന്ന് കലങ്ങിയപ്പോൾ എല്ലാം നാവാമുകുന്ദന് ഇഷ്ടം. ഞാനറിയാതെ. സാരില്ല.
തിരുമേനി ആരാ? എവിടുന്നാ? കാർത്തിയാനി തിരുമേനിയുടെ നാട്ടിന്നാ. കേട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് അറിയാം. തിരുമേനിയുടെ അടുത്താ വീട്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നേ പിന്നെ കണ്ടിട്ടില്ല. ഇപ്പോ വരൂ. ആ കാർത്തിയാനമ്മ വന്നിട്ട് ഇശി നേരായോ? ഇല്ല. ഞാനേ ആ ഉണ്ണോളെ ചെല്ലിക്കായിരുന്നു. ആ ഇരിക്കൂ, കാപ്പി കുടിച്ചു. ശ്രീദേവി ഇപ്പൊ ഒന്നും വേണ്ട. കാലായി കാർത്തിയാനമ്മയെ കണ്ടിട്ട്. ഓരോരോ പ്രാരാബ്ധം. നാട്ടിലാച്ച എന്താ കഥ? പേപ്പറിൽ ഓരോന്നിങ്ങനെ കാണുമ്പോ ഞാൻ അവിടെ ഒരു സമാധാനമില്ല. മോനാച്ച ഒരബദ്ധം. ഇവിടെ ശിവക്ഷേത്രത്തില് കുറച്ച് ദിവസം മനസ്സിലായി. ഇവിടെ ബഹളത്തിൽ കൂടാച്ചാ എനിക്ക് വിരോധമില്ല. ഉള്ളോണ്ട് ഒക്കെ ഇവിടുത്തെ സൗകര്യം പോലെ. എനിക്കൊന്നും വേണ്ട, ഒരു പായ കിട്ടിയ ധാരാളം. എന്നാലേ ശ്രീദേവി ഈ കാർത്തിയാനും ആ പടിഞ്ഞാറ് വച്ചിൽ കൂടി പോട്ടെ. വരൂ. അതാ ആ കാണുന്നതാണ് നവാമുകുന്ദൻ്റെ ക്ഷേത്രം. അവിടെയാണ് പിതൃകർമ്മങ്ങൾ പതിവ്. ഇവിടെ ഇത് ശിവക്ഷേത്രം. ഇതാ അവിടെ ബ്രഹ്മാവിൻ്റെ അമ്പലം. ആ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ. ഒക്കെ വിസ്തരിച്ച് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഞാനൊന്ന് കുളിച്ചു വരാം. മൃത്യുഞ്ജയ ഹോമം ഇവിടെ ചെയ്യാം. പക്ഷേ അത് അകാല രോഗം കൊണ്ട് മൃത്യു സംഭവിക്കുന്നുള്ളവരെ രക്ഷയ്ക്കാണ്. മൃത്യുവിനെ ജയിക്കാനാവില്ല. അകാല മൃത്യുവിൽ നിന്ന് മോചനം. പക്ഷേ ഇവിടെ കാർത്തിയാനിയുടെ മകൻ എന്തായുള്ള പേര്? വേലായുധൻ. അവരൊക്കെ കൂടി എന്റെ കുട്ടിയെ കൊണ്ട് ജയിച്ചത്. അതൊക്കെ സത്യാവും. 100 ആൾ ഒരുമിച്ച് പിരികൂട്ടിയാൽ ഞാനും കെട്ടിച്ചാടിന്ന് വരും. പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും
തിരുമേനി രക്ഷിക്കണം. എന്തായി കാണിക്കണേ? അരുത്, എണീക്കൂ. എന്താ അത്? എനിക്കതിന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ രക്ഷിച്ചേനെ. അതൊക്കെ ഈശ്വരന്മാരുടെ കയ്യിലാ. ശിവഭജനം മുടക്കാതിരിക്കുക. കാലകാലനല്ലേ, രക്ഷിക്കും. 2 നേരവും പോയി തൊഴുതോളാം. ഇവിടെ മൃത്യുഞ്ജയഹോമം നടത്താം. പറ്റിച്ച ബ്രഹ്മാവിനെയും കൂടിയും തൊഴുക. സൃഷ്ടിയുടെ മൂർത്തിയല്ലേ. എന്നിട്ടും അവിടെ ആരും പോയി തൊഴാറില്ല. കാട് പിടിച്ച് കിടക്കുക. നട തുറക്കൊന്നുമില്ല. ഞാനൊരു വഴിപാട്. മഠത്തിലെ തിരുമേനി പറഞ്ഞു നിത്യം ഇവിടെയും തൊഴണമെന്ന്. നന്നായി. എന്താ നിശ്ചയില്ല, ബ്രഹ്മാവിനെ അങ്ങനെ ആരും തൊഴാറില്ല. ഇവിടെ തൊഴുത് അവിടെ ശിവനെയും തൊഴ. സംഹാരമൂർത്തിയായ പരമശിവ ഭജനം ആയുസ്സിന് നന്നതാണല്ലോ. ഒക്കെ അവിടുത്തെ അനുഗ്രഹം ഈശ്വര. ഒക്കെ ഈശ്വരന്മാരിൽ അർപ്പിക്കുക, സമാധാനം കിട്ടും. എന്തെങ്കിലും ഒരു അത്താണി വേണ്ടേ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ? എന്നാലും ഒരു സമാധാനമില്ല. എപ്പോഴാ എന്താ ഒന്നും അറിയില്ല. സർവ്വ ഈശ്വരാർപ്പണമാകുമ്പോൾ ഒരു സുഖമുണ്ട്. ദാ കണ്ടില്ലേ, ഒരാളും ഇവിടെ വരാറില്ല. എന്നാലും ഭഗവാന് കേൾക്കാൻ വേണ്ടി പാടും. മനുഷ്യർ കേട്ടില്ലെങ്കിലും എൻ്റെ സംഗീത ഈശ്വരന്മാർ കേൾക്കുന്നുണ്ടല്ലോ, അത് മതി. വേണ്ട, അടുത്ത് വരരുത്. ഞാൻ വേണ്ട, ഞാൻ പറയുന്നത് കേൾക്കണ്ട. പിശാച് ഇവിടെ എത്തി. ചോര കുടിച്ച് മതിയായില്ലേ നിനക്ക്? എന്റെ മോന്റെ മാറ പിളർന്ന ചോര കുടിച്ച് മതിയായില്ലേ നിനക്ക്? ദൈവമേ, ഇവിടെ തലേ. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്നെ തൊടല്ലപ്പാ. ആലത്തൂർ ഹനുമാന്റെ അവില കഴിക്കൂ, ശരീരവും മനസ്സും ശുദ്ധാവും. ആ രാക്ഷസി, അവള് പെറ്റതല്ലേ ആ മഹാഭാവിയെ? രാക്ഷസിയായാലും പിശാചായാലും അമ്മ തന്നെയാ. പെറ്റ വയറല്ലേ. നിങ്ങൾ കൊല്ലപ്പെട്ട മകൻ്റെ ആത്മശാന്തിക്കായി വന്നു. അവർ
എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാവുന്ന മകൻ്റെ ജീവരക്ഷയ്ക്കായി വന്നു. എന്നാലും ആ മഹാഭാവിക്ക് എന്നെ കയ്യുറച്ചല്ലോ. എൻ്റെ മടി കിടന്നാവും വളർന്നത്. അവനൊക്കെ ഒരു അരുത്, ശപിക്കാൻ പാടില്ല. അമ്മമാർ ഹൃദയം പൊട്ടി പറഞ്ഞാൽ ഫലിക്കും. ഇതാ ഈ പഴം കൂട്ടി ആ അവല് കഴിക്കൂ. ഒന്നാന്തരം പച്ചവെള്ളമുണ്ട്, അമൃത് പോലെ. ആത്മാവ് തണുക്കട്ടെ. ചൂട് പിടിച്ച മനസ്സ് സംഹാര പ്രകൃതിയാണ്. അതെ, മനുഷ്യ മനസ്സിന് തീപിടിച്ചാൽ അരുത്. ഞാൻ അനുഭവിച്ചതാണ്. ഏതോ ശപിക്കപ്പെട്ട മുഹൂർത്തത്തിൽ ഒരു കൊച്ചു തീപ്പൊരി ആളിക്കത്തി. ആ, എന്താ കഴിക്കാത്താവലുമ്പോഴോ? എത്ര സുഖമുണ്ട് ബോംബും തോക്കും വേണ്ടാച്ച് അവലും പഴവും കഴിച്ചാൽ. മനസ്സിലായി. അവരങ്ങനെ പറഞ്ഞു വച്ചിട്ട് വിഷമിക്കാനൊന്നുമില്ല. ആ അമ്മയുടെ ദുഃഖം സഹിക്ക വയ്യാതെ പൊട്ടിത്തെറിച്ചതാവും. കുറേ തിളച്ച് പൊങ്ങി പോയാൽ ശാന്താവും. ഞാൻ വല്ലാണ്ട് പേടിച്ചു. എല്ലാവർക്കും ഗാന്ധാരി ആവാൻ പറ്റുമോ? മക്കളൊക്കെ കൊല്ലപ്പെട്ടാലും ധർമ്മം മാത്രം ജയിക്കട്ടെ എന്ന് ആശീർവദിക്കാൻ നമ്മളൊക്കെ സാധാരണക്കാരാ. ചിലപ്പോൾ ശപിക്കും, ശകാരിക്കും. കാർത്യാനിയമ്മ അവിടെ ഇരുന്നോളൂ. വേണ്ട, ഞാൻ എൻ്റെ മോൻ്റെ സ്ഥിതി ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാ. പേടിയുണ്ടാവും. ആരും ആരെയും പേടിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യാത്ത കാലത്തിന് വേണ്ടി കാത്തിരിക്കാം. നമുക്ക് അത്രയല്ലേ പറ്റൂ. ഞങ്ങൾ ആദ്യം ആ വയസ്സിനിളയതിനെ കണ്ട് അയാളാ പറഞ്ഞത് അമ്മ എവിടാ താമസമെന്ന്. ഞാൻ താമസം എവിടെയാന്നേ ഉള്ളൂ. എപ്പോഴും അവിടെയാ ഉണ്ടാവുക. ആ കൃഷ്ണലത അദ്ദേഹം എനിക്ക് സ്വന്തം അച്ഛനെ പോലെയാ. അച്ഛൻ, മോൻ്റെ അച്ഛൻ. അവിടെ നാട്ടിലാച്ചാ എപ്പോഴും എന്തും സംഭവിക്കാം. ആർക്കും ആരെയും വിശ്വാസമില്ല. ആരാരെയാ? അവൻ്റെ അമ്മയാച്ചാ പുറത്തിറങ്ങണില്ല. അവളിവിടെ ഉണ്ട്, അക്കരെ. ആ ശിവന്റെ
അമ്മേ 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 വാതിൽ തുറക്കേ. അപ്പത്തേക്ക് ഈശ്വര, നീ ഇങ്ങോട്ട് വരുമ്പോ ആരെങ്കിലും കണ്ടോ? ഇല്ല, ഞാൻ വേറൊരു വഴിക്ക് അതല്ലേ പാതിരയ്ക്ക് വന്നത്. വരൂ. എനിക്ക് പേടിയാ. ഇവിടെ നാരായണേച്ചിയുണ്ട്. എവിടെ? അക്കരെ സത്രത്തില്. അവരറിഞ്ഞ അറിയാം. എന്നായാലും ഒരു ദിവസം എന്നെയും. ഇല്ല, ഞാൻ മൃത്യുഞ്ജയ ഹോമം ഏൽപ്പിച്ചിട്ടുണ്ട് 12 ദിവസത്തേക്ക്. ഹോമോ? വന്നോളൂ. കാർത്തിയാനിക്ക് എന്താ പറഞ്ഞോളൂ. മകൻ വന്നിട്ടുണ്ട് തിരുമേനി. ആരെങ്കിലും അറിഞ്ഞ? ഇപ്പൊ ആരും കണ്ടില്ലല്ലോ, അത് മതി. പകലൊക്കെ ആ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടുള്ളൂ. ഇവിടേക്ക് ഒരു വിഷമവും ഇല്ല. ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങിക്കോളൂ. അയാളോടും ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാ. പ്രത്യേത്യ വിസ്തീർണമുരോ വിഭൂതിമൽ
സകഠോരമുഷ്ടിനാ മദൻ പ്രഹൃത്യാന്തരധീയതാസുര. മോനെ, നീ വല്ലാതെ പേടിച്ചോ? നീ വന്നിട്ടുണ്ടെന്ന് ഞാൻ തിരുമേനിയോട് പറഞ്ഞു. സമാധാനായിരിക്കാനാ അവിടുന്ന് പറഞ്ഞേ. ഹോമം കൂടി കഴിഞ്ഞാ എല്ലാം നേരെയാവും. ഇല്ല, ഒരു മന്ത്രത്തിനും ഹോമത്തിനും എൻ്റെ ആയുസ് നീട്ടാനാവില്ല. ഞാൻ പറഞ്ഞില്ല, അവര് കൃഷ്ണൻകുട്ടിയും കൊന്നു. കൃഷ്ണൻകുട്ടി ദേവരേ, അതാ ഞാൻ പെട്ടെന്ന് പോന്ന് അമ്മയെന്ന് കാണാൻ ഒരിക്കൽ കൂടി. അവസാനായി. അരുത് മോനെ, എന്റെ മോനെ. ഞാൻ എവിടേക്കെങ്കിലും പോവാം. അമ്മയെന്ന് കണ്ട് ഇങ്ങനെ പാവിയായ ഒരു മകൻ. അമ്മേ, ഒന്നുകൂടി ഞാൻ അമ്മയെ കണ്ടിട്ട്. ഇല്ല, നീ എവിടെയും പോണില്ല. ഞാൻ വിടില്ല. പറ്റില്ല, പോയേ തീരൂ. ഇല്ലെങ്കിൽ അമ്മയുടെ മുമ്പിലിട്ട് അവരെന്നെ. ഇല്ല ഇല്ല, നിന്റെ അമ്മയെ കൊന്നിട്ട് നിന്നെ അവർക്ക് തൊടാൻ പറ്റും. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. ഇല്ല ഇല്ല, ഞാൻ വിടില്ല. കർമ്മം ചെയ്യാൻ മകന്റെ പിന്നാലെ അമ്മ, അത്രേ വേണ്ടൂ. പുത്രനാമത്തിന് അർത്ഥം തന്നെ അതല്ലേ? അവന്റെ അനിയനും വന്നിട്ടുണ്ട്. കുടുംബക്കാരൊക്കെ ഉണ്ടായാ നന്ന് നമസ്കരിക്കാൻ. സ്വർണപ്രതിമയോ മറ്റോ? വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ പേര്?
അത് അവനൊരു പേടി, ഭയം. അന്നത്തെ സംഭവത്തിന് ശേഷം ഉണ്ടാവും, വലിയവർക്കും ഉണ്ടാവും, ഉണ്ടാവണം. അതാ മനുഷ്യ സ്വഭാവം. അതുണ്ടായില്ലാച്ചാലാ പേടിക്കേണ്ടത്. പേടിക്കണ്ട, അവിടെ ഇരിക്കൂ, ഇരുന്നോളൂ, ഇരിക്കൂ. ഇങ്ങനെ അടക്കി പിടിച്ചിരുന്ന ഇടയ്ക്കെങ്കിലും മനസ്സ് തുറന്ന ഒരു സുഖ. എനിക്കൊന്നും ഓർമ്മയില്ല. കലിയായിരുന്നു, കലി. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ, രാഘവനും ഞാനും. ഒരു മിഠായി കൂടി ഞങ്ങൾ പങ്കുവെച്ചേ തിന്നിട്ടുള്ളൂ. ബാല്യത്തിൻ്റെ നിഷ്കളങ്കത പ്രായവും പഠിപ്പും ചെന്നപ്പോൾ ഒക്കെ മാറിയല്ലേ, സ്വാഭാവികമാണത്. ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ല. കണ്ണടച്ച രാഘവന്റെ അമ്മയുടെ മുഖം, ഞാൻ കളിപ്പിച്ച് നടന്ന ഉണ്ണിക്കുട്ടന്റെ മുഖം. ആരൊക്കെയോ കുത്തി നിറച്ച ആവേശമായിരുന്നു മനസ്സ് നിറയെ. കഴിഞ്ഞത് പറഞ്ഞിട്ട് ഫലമില്ല. ചെയ്ത തെറ്റിന് ആവോളം പശ്ചാത്തപിക്കാം. അതിലധികം എന്താവും? ഒരാവേശത്തിന് എത്ര ജീവിത അനാഥായത്. ഒന്നും തിരിച്ചു കൊടുക്കാനാവില്ല. എന്നെയും കൊല്ലും, ഒരു വഴിയില്ല. ഞാൻ അമ്മയോട് യാത്ര പറയാനാ വന്നേ. അമ്മ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. അമ്മ അറിയാതെ വന്ന പോലെ ഒരു രാത്രി എവിടേക്കെങ്കിലും. എന്നിട്ടോ ഇവിടെ ആയാലും എവിടെ ആയാലും, കൊല്ലുന്നവന് അമ്പലായാലും ചന്തയായാലും ഒന്നെ. അതാ വിധിയെങ്കിൽ ചിലപ്പോ ആ വിശ്വാസവും ആശ്വാസമാവും. സമാധാനമായിരിക്കൂ, നല്ലത് വിചാരിക്കൂ, നല്ലത് വരും. നീ എന്തായി കാണിക്കണേ? ഒന്നുമില്ല. എത്ര കാലായി ഈ ആകാശവും ഭൂമിയും കണ്ടിട്ട്. ഒന്ന് മഴ കൊള്ളാൻ പൂതി തോന്നുന്നു. നീ വന്ന് കിടക്ക്. ആ നന്നായി. കാക്കകൾ പരേതാത്മാക്കളുടെ പ്രതീകാന്നല്ലേ സങ്കല്പം. അവർക്ക് സന്തോഷാവും. എനിക്കറിയില്ല, എന്തായാലും ഒരു നല്ല കാര്യമാണെന്ന് തോന്നി. ആവും, നല്ലതായിരിക്കും. നന്മയൊന്നും ചെയ്യാത്ത എനിക്കും അങ്ങനെ തോന്നി. ഇത്രയൊക്കെ വിവരം ഉണ്ടായിട്ടും തെറ്റാന്നറിഞ്ഞിട്ടും ആർക്കറിയാം? മനുഷ്യന്റെ ഉള്ളിലിരുന്ന് ആരാ ഈ വിധം തെറ്റ് ചെയ്യണത്? തെറ്റാന്നറിഞ്ഞിട്ടും. ഒരു ജീവിതം വ്യർത്ഥായി. ഒരുപക്ഷെ നമുക്കറിയാവുന്ന ഒരേ ഒരു ജീവിതം വെറുതെ നശിപ്പിച്ചു.
ഒപ്പം ഏതൊക്കെയോ ജീവിതം കൂടി. എന്തിനോ വേണ്ടി. ആർക്കോ വേണ്ടി ആരോ ചെയ്യിക്കുന്നു, ആരൊക്കെയോ ബലിയാവുന്നു. എൻ്റെ മകനും. ഞാനും ഒരു 100 പൂക്കൾ ഒരുമിച്ച് വിരിഞ്ഞു കാണാൻ ഇത്തിരി മുള്ളും കൊമ്പും മുറിച്ചു മാറ്റാന്ന് കരുതി. പക്ഷേ മുള്ള് അത് ഇരട്ടി ശക്തിയോടെ ഇപ്പോഴും. ഈശ്വര, ഇപ്പൊ എൻ്റെ മകനെ അവർ കൊന്നതിൻ്റെ പ്രതികാരം. രണ്ടാമത്തവനാണെങ്കിൽ ഇപ്പോ. അരുത്, അങ്ങനെ പറയാൻ എനിക്ക് അധികാരമില്ല. എനിക്കതറിയാം. ഹിംസ കൊണ്ട് ഹിംസ തടയാനാവില്ല. തിന്മയ്ക്ക് തിന്മ പരിഹാരമാവില്ല. അത് മനസ്സിലായപ്പോഴേക്കും വളരെ വൈകി. ഞാൻ പോവുകയായി. ഇനി ഞാൻ എവിടേക്ക്? വീട് എവിടേക്കാന്നറിയില്ല. വീടുണ്ടായിരുന്നു, പക്ഷേ ഇല്ല, വീട്ടിലേക്കില്ല. ഈ ജന്മം ഇങ്ങനെ അലഞ്ഞ് നീറി ഒരു പക്ഷേ കാക്കകളൊപ്പം ഉണ്ടാവും. ഇങ്ങനെ നടന്നാൽ ശാന്തി ലഭിക്കുമെങ്കിൽ അതും അറിയില്ല. എന്നാലും ഒരു അപേക്ഷ ഉണ്ട്. മഹാഭാവിയായ ഒരു കൊലപാതകിയുടെ ഒരേ ഒരു അപേക്ഷ. എനിക്കറിയാം, ഒരമ്മയ്ക്കും സ്വന്തം മകനെ കൊന്നവൻ്റെ അമ്മയോട് സ്നേഹത്തോടെ പെരുമാറാനാവില്ല എന്ന്. ഞാൻ കണ്ടതാ. നിങ്ങളുടെ മകനെ കൊന്ന പാപിയുടെ അമ്മ അക്കരയുണ്ട്. അവരെ കണ്ടപ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിച്ചു. ആരായാലും അതാ സംഭവിക്കുക. എന്നാലും അവരും അമ്മയാണ്. ഏത് നിമിഷവും അവരുടെ മകൻ വധിക്കപ്പെടാം. ഞാൻ ഒരിക്കലും വിളിച്ചിട്ടില്ലാത്ത ദൈവത്തിനെ ഇന്ന് ആദ്യം വിളിക്കണു. ആ അമ്മയോട് പൊറുക്കൂ. നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടും, അവർക്കും ഈ ലോകത്തിനും.
ഇത്. മുത്തശ്ശി ഇപ്പൊ തൊഴുതിട്ട് വരാം. ഉണ്ണി, കണ്ടു. എന്താ ഞാൻ കണ്ടു. നീ എന്ത് കണ്ടാ പേടിച്ചു? സാരമില്ല കേട്ടോ, പേടിക്കണ്ട. എന്താ എന്താ കണ്ട? ഞാൻ പറഞ്ഞോളൂ. ഞാൻ അവിടെ വേലായുധ മാമിയെ കണ്ടു. ചേച്ചിയമ്മേ, ചേച്ചിയമ്മേ, എന്താ ദാസ? അവനിവിടെ ഉണ്ടെന്ന് ഉണ്ണിക്കുട്ട കണ്ടു. ആര്? അവൻ ആ വേലായുധൻ ഇവിടെ എത്തിയേക്കണു. ഉണ്ണിക്കുട്ട കണ്ടു ഇല്ലേ മോനെ? ഞാൻ കണ്ടു, സത്യമായിട്ടും കണ്ടു. അവിടെ ഞാനിപ്പോ പോവാ. ദാസ, ദാസ നീ അമ്മയോട് പറഞ്ഞാ മതി, ഞാൻ അത്യാവശ്യമായിട്ട് പോയി. വേണ്ട, അത് വേണ്ട, ഇനിയിപ്പോ വേണ്ട. വേണം, ഇതിലും നല്ല സന്ദർഭം എനിക്ക് കിട്ടിയെന്ന് പറ്റില്ല. ഞാൻ പോയിട്ട് വേഗം വരാം. അവന്റെ കൊടുക്കത്തെ ദാസ, നീ ഇതെവിടേക്കാ? ഉണ്ണിക്കുട്ട, നീ ഇതെന്താ പറയാണ്ട് വന്നത്? മുത്തശ്ശി ഓടി ഓടി വല്ലാണ്ടായി. ഞാൻ കണ്ടു മുത്തശ്ശി. മോനെന്താ കണ്ടത്? ആ വേലായുധനെ ഉണ്ണി കണ്ടുവന്ന്. ഈശ്വര, ദാസൻ കേട്ടപാതി പോയി. എന്തോ തീരുമാനിച്ച പോലെ. വേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോ എന്തൊക്കെയാ ഉണ്ടാകുക എന്റെ തേവരെ? ഉണ്ണിക്കുട്ട, നീ സത്യമായിട്ടു കണ്ടു. ഞാൻ ആ അമ്പലത്തിന്റെ അടുത്ത് ജനലെ കൂടി ഞാൻ പേടിച്ചോടി. വേണ്ടിയിരുന്നില്ല മോനെ. ഇനിയിപ്പോ അവൻ അയ്യോ, കാർത്തിയായനെ, അവനോട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ പറ. എന്റെ മോൻ അറിഞ്ഞു. വേഗം പോയി പറ. വേലായുധനെ ഉണ്ണിക്കുട്ടൻ കണ്ടു. ദാസൻ അറിഞ്ഞു. ഓടിപ്പോയി അവനോട് രക്ഷപ്പെടാൻ പറ, ഇല്ലെങ്കിൽ അവര് കൊല്ലും. ചേച്ചി, എന്റെ മോൻ പോ. ദാസൻ ആളെ കൂട്ടി വരുമ്പോ പോ, അവനോട് രക്ഷപ്പെടാൻ പറ. എന്റെ മോൻ ചേച്ചി, എന്റെ മോൻ. അവൻ എന്റെ മോനാ. പോ, ഒന്ന് പോ, ഓടിപ്പോ. ചേച്ചി, എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പോ, ഒന്ന് പോയി പറ. എന്റെ മോൻ വരുമ്പോ ഒന്ന് പോയി പറ പോകാൻ. ഇല്ല, ഞാൻ എവിടെയും പോണില്ല. അവര് വെട്ടിക്കൊല്ലാച്ച കൊന്നോട്ടെ. എന്നായാലും അവരുടെ കൈ കിട്ടിയ വെട്ടി നുറുക്കും. അതുവരെ ഇങ്ങനെ പേടിച്ച് പറിച്ച് ഇതിലും ഭേദം ചാവുക. ഞാൻ പറയുന്ന കേക്ക് മോനെ. നിന്നെ അവരെന്റെ മുമ്പിലിട്ട്. ഇല്ല, ഞാൻ എവിടേക്കും പോണില്ല. ഞാൻ പോവില്ല. ഞാൻ പോവില്ല, പോവില്ല. ഇല്ല, എവിടേക്കും പോവില്ല. ഇല്ല, പോവില്ല. ഞാൻ എവിടേക്കും പോണില്ല. എവിടെങ്കിലും പോയി രക്ഷപ്പെട്.
അവൻ അവിടെയുണ്ട്, തിരുനാവായി മഠത്തിൽ. നന്നായി. അവൻ അവിടെ ചെന്ന് ഒളിച്ചു അല്ലേ? അവിടെ തന്നെ അവന്റെ അവസാനവും. നമ്മുടെ പിള്ളേരെപ്പോ തന്നെ വിളിക്കാം. പക്ഷേ അവനെ കൊല്ലുന്നത് നീയായിരിക്കണം. എനിക്ക് ഒരക്ഷരം മിണ്ടരുത്. പോ, വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ ഏട്ടനെ കൊന്നവനോട് പകരം ചോദിക്കണം. നമ്മുടെ പ്രസ്ഥാനം കൈ കഴുകി പവിത്രയിടുക. എള്ള്, പൂവ്, ചന്ദനം, വെള്ളവും കൂട്ടി രണ്ട് കൈ കൊണ്ടും മാറത്ത് അടക്കി പിടിക്കുക. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഗംഗേച യമുനേ ചൈവ സിന്ധു നർമ്മദ ഗയ ഗോദാവരി സരസ്വതി ജയലക്ഷ്മി കാവേരി സന്നിധിം ഗുരു. ദേവഗംഗയെ ആവാഹിക്കുന്നുവെന്ന് സങ്കല്പിച്ച് ആവാഹിച്ച് ആ വെള്ളത്തിലിടുക. മാറത്ത് വയ്ക്കൂ. ഇതാ ഇവിടെ ഇങ്ങനെ വലത് കൈയിൻ്റെ 3 വിരൽ കൊണ്ട് വെള്ളത്തിൽ തൊടൂ. ശിരസിൽ തളിക്കൂ, മുഖത്ത് തളിക്കൂ, ദേഹത്ത് തളിക്കൂ, കാലിന്മേൽ തളിക്കൂ. ഇലയുടെ നേരെ മുന്നിൽ വെള്ളം തെളിച്ച് മെഴുകൂ. കൈ നനയ്ക്കൂ. എള്ള്, പൂവ്, ചന്ദനം, വെള്ളം കൂടി കൂട്ടിയെടുക്കൂ. 2 കൈ കൊണ്ട് മാറത്തടക്കി പിടിക്കൂ. വീട്ടിൽ മരിച്ചുപോയിട്ടുള്ളവരായ ആൾക്കാരെ സങ്കല്പിക്കൂ. വേറെ ഏതെങ്കിലും അബദ്ധത്താൽ മരിച്ചുപോയിട്ടുള്ളവരെ സങ്കല്പിക്കൂ. സകലവിധ പ്രേതദോഷവും പിതൃദോഷവും തീരുവാൻ തിരുനാവായിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ക്ഷേത്രപിണ്ട ബലിപീഠം തത്സ നേരെ ദർഭവി അത് തൊട്ടു തൊടു. ദർഭയുടെ തലയ്ക്കൽ തൊഴുതു പിടിക്കൂ. പ്രേതായ ഇതം പുരുഷം ആവാഹയാമി. നമസ്കരിക്കൂ. എള്ള്, പൂവ്, ചന്ദനം, വെള്ളവും കൂടി കൂട്ടിയെടുക്കൂ. 2 കൈയിലും അടച്ചു പിടിക്കൂ. മരിച്ചു പോയിട്ടുള്ളവരായ ആൾക്കാരെ സങ്കല്പിക്കൂ. 2 കൈയിലാക്കൂ. മരിച്ച ആൾക്കാരെ സങ്കല്പിക്കൂ. ആ പിതൃക്കളെയെല്ലാം എൻ്റെ വീട്ടിൽ നിന്നും പിതൃലോകത്തിൽ നിന്നും ആവാഹിക്കുന്നു എന്ന് സങ്കല്പിക്കുക.
കാർത്തിയാനി അവർ വന്നു. ദാസൻ, കുറെ ആൾക്കാരുണ്ട്. വേഗം രക്ഷപ്പെടണം പറ. മോനെ രക്ഷപ്പെടും. എവിടെയെങ്കിലും പോ. എവിടെയെങ്കിലും പോ. എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും. വേണ്ട വേണ്ട മോനെ, പറയുന്ന കേക്ക്. മോനെ അവര് കൊല്ലവരിങ്ങെത്തിയല്ലോ. വേഗം പോ. വേണ്ട കൊല്ലരുത്. വേണ്ട കൊല്ലരുത്. വേണ്ട എന്റെ പൊന്നുമോനെ വേണ്ട. ചേച്ചി എന്റെ മോനെ